കേരളത്തിൽ ഒടുവിൽ ആ നിമിഷം വരുന്നത് കാണപ്പെടുന്നു. ഇതിനായി ലക്ഷക്കണക്കിന് ആളുകൾ പല ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. കഠിനമായ ഉഷ്ണം, തുടർച്ചയായി മാറുന്ന മേഘങ്ങൾ, ഇടവിട്ടിട്ടുള്ള മഴ എന്നിവയ്ക്കിടയിൽ ഇപ്പോൾ തെക്കുപടിഞ്ഞാറൻ മൺസൂണിന്റെ ഔദ്യോഗിക വരവിന്റെ സൂചനകൾ ശക്തമായിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ആകാശത്തിന്റെ ഭാവം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പല പ്രദേശങ്ങളിലും രാവിലെ മുതൽ തന്നെ കനത്ത മേഘങ്ങൾ മൂടിക്കിടക്കുന്നു. ഇടയ്ക്കിടെ ഇടിയോടുകൂടിയ മഴ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോൾ കാലാവസ്ഥ പൂർണ്ണമായും മാറാൻ പോകുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് മൺസൂണിന്റെ പ്രവേശനത്തിന് സാഹചര്യങ്ങൾ പൂർണ്ണമായും അനുകൂലമായി മാറിയിരിക്കുന്നുവെന്ന്. ഇതുകൊണ്ടാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ശക്തമായ മഴയും മിന്നലും ഉണ്ടാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചേക്കാം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും താപനില ഏകദേശം 30 മുതൽ 31 ഡിഗ്രി സെൽഷ്യസിനിടയിൽ തുടരുന്നു. എന്നാൽ വായുവിലെ ഈർപ്പം അത്രയധികം കൂടുതലാണ്. ആളുകൾക്ക് 37 ഡിഗ്രി സെൽഷ്യസ് പോലെയുള്ള ചൂട് അനുഭവപ്പെടുന്നു. ആർദ്രത ഏകദേശം 78% വരെ എത്തിയിരിക്കുന്നു. കാറ്റിന്റെ വേഗത ഏകദേശം 10 കിലോമീറ്റർ പ്രതിമണിക്കൂറായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. അതേസമയം പല മേഖലകളിലും മഴയുടെ സാധ്യത 30 മുതൽ 40% വരെ പറയപ്പെടുന്നു. എന്നാൽ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് ശക്തമായ മഴ തുടങ്ങാമെന്നാണ്. 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിൽക്കൂ, ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പ് ആയിരക്കണക്കിന് ആളുകളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഉരുൾപൊട്ടൽ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഉടൻ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ അത് ഒട്ടും അവഗണിക്കരുത്. കാരണം അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ കാലാവസ്ഥ സാധാരണ മഴയേക്കാൾ വളരെ അപകടകരമായ രൂപമെടുത്തേക്കാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത കുറച്ച് സമയത്തേക്ക് തുടർച്ചയായ മഴയുടെ സാഹചര്യം നിലനിന്നേക്കാം. എറണാകുളത്തും ഇടിയോടുകൂടിയ ശക്തമായ മഴ പെയ്തേക്കാം. പലയിടങ്ങളിലും റോഡുകൾ വഴുക്കലുള്ളതാകാം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായേക്കാം. നദീതീരങ്ങളിലും അണക്കെട്ടുകൾക്ക് സമീപവും താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഭരണകൂടം നിരന്തരം സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മിന്നലേൽക്കുന്നത് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കറുത്ത മേഘങ്ങൾ കാണുമ്പോൾ തന്നെ ഉടൻ ജാഗ്രത പാലിക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആകാശത്ത് മിന്നൽ കാണുന്നില്ലെങ്കിലും അപകട സാധ്യത നിലനിൽക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ തുറന്ന മൈതാനങ്ങളിലും മേൽക്കൂരകളിലും പോകാൻ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട്ടികളെ തുറന്ന മൈതാനത്ത് കളിക്കുന്നത് തടയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിന്നലിന്റെ ആദ്യ സൂചന ലഭിക്കുമ്പോൾ തന്നെ ഉടൻ ഏതെങ്കിലും ബലമുള്ള കെട്ടിടത്തിനുള്ളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ കാറ്റുള്ള സമയത്ത് മേൽക്കുരയിലോ മുറ്റത്തോ തുണികൾ എടുക്കാൻ പോലും പുറത്തിറങ്ങരുതെന്ന് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യാനും ജനലുകളും വാതിലുകളും അടച്ചിടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോഹവസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മിന്നലേൽക്കുന്ന സാഹചര്യത്തിൽ വലിയ അപകടമുണ്ടായേക്കാം. ഇനി ഏറ്റവും വലിയ ചോദ്യം, മൺസൂണിന്റെ ഈ പ്രവേശനം കേരളത്തിലുടനീളം കനത്ത മഴയുടെ രൂപമെടുക്കുമോ? അറബിക്കടലിലും പരിസര പ്രദേശങ്ങളിലും രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ നിരന്തരം ശക്തമാകുകയാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നു. അതായത് വരും ദിവസങ്ങളിൽ മഴയുടെ തീവ്രത ഇനിയും വർദ്ധിച്ചേക്കാം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിനകം തന്നെ ഇടവിട്ടിടവിട്ടുള്ള മഴ ആരംഭിച്ചിട്ടുണ്ട്. മേഘങ്ങളുടെ കട്ടിയുള്ള പാടുകൾ ആകാശത്തെ മൂടുന്നു. പല പ്രദേശങ്ങളിലും രാവിലെ മുതൽ തന്നെ നേർത്ത വെളിച്ചവും തണുത്ത കാറ്റിന്റെയും പ്രഭാവം അനുഭവപ്പെട്ടു. എന്നാൽ ഉച്ചയ്ക്കും വൈകുന്നേരവും കാലാവസ്ഥ കൂടുതൽ സജീവമായേക്കാം. ചില ജില്ലകളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഓരോ പുതിയ മുന്നറിയിപ്പും ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിരന്തരം ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുക. കനത്ത മഴയ്ക്ക് കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അത്യാവശ്യ സാധനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുക. കാരണം പെട്ടെന്ന് കാലാവസ്ഥ മോശമായാൽ സാഹചര്യം വേഗത്തിൽ മാറിയേക്കാം. നിങ്ങൾ കേരളത്തിൽ താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ അവിടെയുണ്ടെങ്കിൽ ഈ വിവരം വളരെ പ്രധാനമാണ്. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ മൺസൂണിന്റെ പ്രവേശനത്തോടൊപ്പം കാലാവസ്ഥ അത്തരത്തിലൊരു മാറ്റമെടുത്തേക്കാം. അതിന്റെ ചിത്രങ്ങൾ രാജ്യം മുഴുവൻ ചർച്ചാ വിഷയമായി മാറും.
കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ക്രമേണ കൂടുതൽ ശക്തമാകുകയാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മേഘങ്ങളുടെ ആക്ടിവിറ്റികൾ വേഗത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. വരും സമയങ്ങളിൽ മഴയുടെ വ്യാപ്തി ഇനിയും വർദ്ധിച്ചേക്കാം. പ്രത്യേകിച്ച് ഉച്ചയ്ക്കും വൈകുന്നേരവും ഇടിമിന്നലോടുകൂടിയ മഴയുടെ സംഭവങ്ങൾ കൂടുതൽ കാണപ്പെട്ടേക്കാം. കേരളത്തിൽ മൺസൂണിന്റെ ഈ ആരംഭഘട്ടം ആശ്വാസവും വെല്ലുവിളിയും ഒരുപോലെ കൊണ്ടുവന്നിരിക്കുന്നു. ഒരിടത്ത് ആളുകൾക്ക് കഠിനമായ ഉഷ്ണത്തിൽ നിന്നും ആശ്വാസം ലഭിക്കുമ്പോൾ മറുവശത്ത് ശക്തമായ മഴ, മിന്നൽ, ഉരുൾപൊട്ടൽ ഭീഷണിയും ആളുകളെ അലട്ടും. അതിനാൽ വരാനിരിക്കുന്ന കാലാവസ്ഥയെ ഒട്ടും നിസ്സാരമായി കാണുന്നത് ശരിയല്ല. കാരണം അറബിക്കടലിൽ നിന്നുയരുന്ന ഈർപ്പവും ആകാശത്ത് വേഗത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ മഴയുടെ യഥാർത്ഥ ഘട്ടം ആരംഭിക്കാൻ പോകുകയാണെന്നാണ്. ഇപ്പോൾ കേരളത്തിൽ കാലാവസ്ഥ ഏതു ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അത് ജനങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുതൽ വേഗത്തിലാക്കിയിരിക്കുന്നു. പല പ്രദേശങ്ങളിലും തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ മൺസൂൺ വെറുതെ മുട്ടുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇപ്പോൾ പതുക്കെ തന്റെ പൂർണ്ണ ശക്തി കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന വ്യക്തമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. രാവിലെ നേർത്ത വെളിച്ചവും ഉഷ്ണവും കഴിഞ്ഞാൽ പെട്ടെന്ന് കനത്ത മേഘങ്ങൾ മൂടുക, പിന്നെ ശക്തമായ കാറ്റോടുകൂടി മഴ തുടങ്ങുക. ഈ പരമ്പര ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായി കണ്ടുവരുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളത്തും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന് ശേഷം ഭരണകൂടവും പൂർണ്ണമായും അലർട്ട് മോഡിലായിട്ടുണ്ട്. പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണി ജനങ്ങളെ ഭയപ്പെടുത്തുന്നു. വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുടെ ആക്ടിവിറ്റികൾ കൂടുതൽ ശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. പലയിടങ്ങളിലും പെട്ടെന്ന് ശക്തമായ മഴത്തുള്ളികൾ പെയ്തേക്കാം. 24 മണിക്കൂറിനുള്ളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ അനാവശ്യമായി വീടിന് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നദീതീരങ്ങളിലും മലയോര മേഖലകളിൽ താമസിക്കുന്നവരോട് അതീവ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ നൽകിയിട്ടുള്ള വലിയ സൂചന സംസ്ഥാനത്തുടനീളം അസ്വസ്ഥത വർദ്ധിപ്പിച്ചിരിക്കുന്നു. അറബിക്കടലിൽ നിന്നുള്ള ഈർപ്പം ഇതേപോലെ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത കുറച്ചു ദിവസങ്ങളിൽ പല ജില്ലകളിലും തുടർച്ചയായ ശക്തമായ മഴയുടെ നീണ്ട ഘട്ടം ആരംഭിച്ചേക്കാം. അതായത് ആശ്വാസത്തിന്റെ മഴ എപ്പോൾ വേണമെങ്കിലും ദുരിതത്തിന്റെ മഴയായി മാറിയേക്കാം. തിരുവനന്തപുരത്ത് പകൽ മുഴുവൻ മേഘാവൃതമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടെയുള്ള ശക്തമായ മഴയും മിന്നൽ പിണരുകളും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. കൊല്ലത്തും ആലപ്പുഴയിലും കടൽക്കാറ്റിന്റെ പ്രഭാവം കൂടുതൽ പ്രകടമാകും. ഇവിടെ ശക്തമായ കാറ്റോടുകൂടി പെട്ടെന്ന് മഴയുടെ ഘട്ടം ആരംഭിച്ചേക്കാം. എറണാകുളത്തും ഇടിമിന്നലോടുകൂടിയ മഴയുടെ പ്രഭാവം വർദ്ധിച്ചേക്കാം. പലയിടങ്ങളിലും റോഡുകൾ വഴുക്കലുള്ളതാകാനും ട്രാഫിക്കിന്റെ വേഗത കുറയാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ആർദ്രത തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വായുവിലെ ഈർപ്പത്തിന്റെ അളവ് എത്രത്തോളം വർദ്ധിച്ചുവെന്നാൽ നേർത്ത മഴ പെയ്തിട്ടും ഉഷ്ണം പൂർണ്ണമായും മാറുന്നില്ല. ജനങ്ങൾക്ക് പകൽ മുഴുവൻ ഒട്ടിപ്പിടിക്കുന്ന ചൂട് അനുഭവപ്പെടുന്നു. എന്നാൽ മൺസൂൺ ശക്തമാകുന്നതോടെ താപനിലയിൽ പതുക്കെ കുറവ് വരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് പലയിടങ്ങളിലും പകൽ താപനില ഏകദേശം 30 മുതൽ 31 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. എന്നാൽ മഴയ്ക്ക് ശേഷം കുറച്ചു നേരത്തേക്ക് കാലാവസ്ഥ സുഖകരമായി അനുഭവപ്പെട്ടേക്കാം. ഇനി ഏറ്റവും വലിയ ആശങ്ക ഇടിമിന്നൽ സംഭവങ്ങളെക്കുറിച്ചാണ്. കൊടുങ്കാറ്റും മഴയുമുള്ള സമയത്ത് ഏതൊരാശ്രദ്ധയും വലിയ വില നൽകേണ്ടി വരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങളെ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തുറന്ന മൈതാനങ്ങൾ, കടൽ തീരങ്ങൾ, ഉയർന്ന സ്ഥലങ്ങൾ എന്നിവ ഏറ്റവും അപകടകരമായി കണക്കാക്കപ്പെടുന്നു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ കണ്ടാൽ ഉടൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് കുറയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവീഴുന്ന ചിത്രം കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ്. പലയിടങ്ങളിലും മേഘങ്ങൾ എത്ര വേഗത്തിലാണ് രൂപപ്പെടുന്നതെന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാലാവസ്ഥ പൂർണ്ണമായും മാറിയേക്കാം. അതുകൊണ്ടാണ് കാലാവസ്ഥാ വകുപ്പ് ഓരോ മണിക്കൂറും സ്ഥിതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയുടെ ഓരോ വലിയ കൃത്യമായ അപ്ഡേറ്റും ആദ്യം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മൺസൂൺ അത്തരത്തിലൊരു വേഗത കൈവരിച്ചേക്കാം. അതിന്റെ ചിത്രങ്ങൾ രാജ്യം മുഴുവൻ ചർച്ചാവിഷയമായി മാറും.